ഹൃദയത്തിലെരിയുന്ന നോവുകളിലെപ്പോഴും നിന്റെ ചുടു നിശ്വാസമായിരുന്നു. നിന്റെ ചുടു നിശ്വാസമേൽക്കുവാൻ എന്നുടെ കരവും കരുതലുണ്ടാകുമെന്നും. അനീഷിന്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് 2023 ഡിസംബറിലാണ്. പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിന്റെ നെല്ലും പതിരും തിരിയാത്തവൾ. അവിചാരിതമായാണ് കോഴിക്കോട്ടുകാരി ആയിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. സാധാരണ നോക്കും പോലെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് നടക്കുന്നു. ആയിഷ സമീഹ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുകാരിയായിട്ടുള്ളൊരു മോള് ഇട്ടേക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. മറുപടി വരികളിൽ ഒതുക്കിയില്ല. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആയിഷയ്ക്ക് വേണ്ടി എഴുത്തുകാരൻ മനോഹരമായ മറുപടി നൽകി. ആയിഷ, ഒരു സമ്മാനമുണ്ട്. നിന്റെ ചുടു നിശ്വാസമേൽക്കുവാൻ എന്നുടെ കരവും കരുതലും ഉണ്ടാകുമെന്നും നിറമൊന്നു മങ്ങിയാൽ നെടുവീർപ്പെടുന്നൊരു കുഞ്ഞിൻ്റെ ലാളിത്യമാണവൾക്ക്. പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിൻ്റെ നെല്ലും പതിരും തിരിയാത്തവൾ. ഫേസ്ബുക്കിലെ വരികൾക്ക് ലൈക്കിനും ഷെയറിനും അപ്പുറം വിലമതിക്കാനാകാത്തൊരു സമ്മാനം. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാൻ പറ്റുമോ? എളുപ്പമാണോ? കൊത്തിയെടുത്ത അടയാളങ്ങൾ തൊട്ട് കവിതയിലെ വരികൾ അറിഞ്ഞു. സ്നേഹമെന്നൊരു വാക്ക് അളവിൻ്റെ കോലിൽ അളക്കാൻ കഴിയാത്ത നിധിയാണവൾ. വളരെ സന്തോഷമാണ്. കാരണം ബ്രെയിൽ ലിപിയിൽ അങ്ങനെ പാഠപുസ്തകങ്ങളല്ലാതെ അങ്ങനെ ഇങ്ങനത്തെ ബുക്സ് ഒന്നും അവൈലബിൾ അല്ല. പാഠപുസ്തകം ലൈറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം. ബ്രെയിലി ബുക്ക് നിർമ്മിക്കാൻ ചിലവ് കൂടുതലാണ്. എങ്കിലും ഇത് കാലത്തിന്റെ അനിവാര്യതയെന്ന് തിരിച്ചറിഞ്ഞ ബ്രെയിലി പുസ്തകം പുറത്തിറക്കിയത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയാണ്. ഇത് വളരെ ചെലവേറിയ മെഷീനാണ്. ഈ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെലവ് കൂടിയ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പേപ്പറിൻ്റെ കോസ്റ്റും ഇത് നടത്തുന്നതിനുള്ള ഒരു കോസ്റ്റും നമുക്ക് മറ്റുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഇതുപോലെ കാഴ്ചയില്ലാത്ത എല്ലാവർക്കും എല്ലാ ബുക്സും അവൈലബിൾ ആവണം. എഴുത്തുകാരൻ പേരിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന യാത്ര തുടരുകയാണ്. അക്ഷരങ്ങളിലൂടെ ചേർത്തുവെക്കലിന്റെ പുതിയ പാഠം തുടങ്ങി വെക്കുകയാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.